പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്തം കട്ടയാകുന്ന സാന്ദ്രത കൂടുന്ന വിഷയത്തെക്കുറിച്ചുള്ള 6ാമത്തെ എപ്പിസോഡാണിത്. രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ സാന്ദ്രത കൂടുന്നുണ്ട്. ജാഗ്രത പാലിക്കണം. ശരീരം സ്വാഭാവികമായി കൂട്ടുന്നത് ആവശ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ വിവേകമില്ലാതെ ചില സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ചില ദുശ്ശീലങ്ങൾ പാലിക്കുന്നത് കൊണ്ടും വരുന്ന അപകടങ്ങളുണ്ട്. കാലത്ത് എഴുന്നേറ്റാൽ കാപ്പി കുടിക്കണം, ഒരു പുക വലിക്കണം. നിങ്ങളുടെ രക്തത്തെ കുറെ കൂടെ കട്ടിയാക്കാനുള്ള ദുശ്ശീലങ്ങളിൽ ഇതെല്ലാം പെടുന്നുണ്ട്. അതേപോലെയാണ് രാവിലെ 6 മണി തുടങ്ങി 9 മണി വരെയുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഒരു ചടങ്ങ് നമുക്കുണ്ട്. അതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേരിട്ടത് ആരാണെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരേർപ്പാടിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിക്കുന്നത്. രാത്രി മുഴുവൻ പട്ടിണിയിലായിരുന്നല്ലോ, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ തീറ്റയിട്ട് കൊടുക്കണ്ടേ എന്ന സായിപ്പിൻ്റെ ഒരു അവിവേകമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാറുന്നത്. നമ്മുടെ പ്രാചീന ഭാരതീയ സമ്പ്രദായത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ പണിക്കിറങ്ങും. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കൃഷിപ്പണിയും വേലി കെട്ടാൻ പോക്കും പെരമേലും ഒക്കെ അല്ലാതെ വേറെ ജോലിയൊന്നും മീൻപിടുത്തം വേറെ ജോലിയൊന്നും നാട്ടിലില്ല. അപ്പോൾ രാവിലെ പണിക്കിറങ്ങും, വെള്ളം കുടിച്ച് പണിക്കിറങ്ങും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. വെയിലിന് ചൂട് വരുമ്പോൾ വീട്ടിൽ കയറും, ചപ്പാത്തിയും ഡാലും അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കും, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കും. കറി എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും, അല്ലെങ്കിൽ മുളകായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് വെയിലാറുമ്പോൾ പണിക്കിറങ്ങും, ഇരുട്ടുന്നതിന് തൊട്ട് മുമ്പ് തിരിച്ചു കയറും, റൊട്ടി ഉണ്ടാലുമോ അല്ലെങ്കിൽ ചോറോ കഞ്ഞിയോ കഴിക്കും. ഇങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് സായിപ്പന്മാരൊക്കെ വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പരിചയിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എങ്കിൽ ബുദ്ധിക്ക് കേടുവരുമെന്ന് സായിപ്പ് ആരോ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു. അങ്ങനെ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞപ്പോൾ ബുദ്ധിയുള്ളവരും അത് കേട്ടു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവർ ശാസ്ത്രീയമായി പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ അതനുസരിക്കും. അങ്ങനെ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ കഞ്ഞിയും ഒരു ചമ്മന്തിയായിരുന്നു, പിന്നെ കഞ്ഞിയും പയറുമായി, പിന്നെ കഞ്ഞി മാറി ചോറായി, അല്ലെങ്കിൽ ഇഡ്ഡലിയായി, ഇടിയപ്പമായി, പുട്ടായി, അപ്പമായി, പത്തിരിയായി, നെയ്ച്ചോറായി, ബിരിയാണിയായി, കുഴിമാന്തിയായി, ഷവർമ്മയായി, മരണൈസും കൂട്ടിയൊക്കെയുള്ള വമ്പിച്ച കലാപരിപാടിയായി, 2 ആഴ്ചയിലേറെ ഹോമോർച്ചറിയിൽ ചത്തിരിക്കുന്ന ശവമായിരിക്കുന്ന ബീഫ് ഫ്രൈയും മട്ടനും ചിക്കനും ഒക്കെ ഇങ്ങനെ തീന്മേശയിലേക്ക് ആഘോഷപൂർവ്വം വിരുന്നു വരാൻ തുടങ്ങി. രാവിലെ തുടങ്ങി ഇങ്ങനെ അർച്ചന നടത്തുകയാണ്, ഹോമിക്കുകയാണ്, അഭിഷേകമാണ്. ഉള്ളിലിരിക്കുന്ന ഭഗവാന് കോഴിയിറച്ചി അഭിഷേകം. ശ്രീനാരായണ ഗുരുദേവന്റെ ഭാഷയിൽ കോഴി ശവത്തിൻ്റെ, മീൻ ശവത്തിൻ്റെ, പശുശവത്തിൻ്റെ അഭിഷേകം. രാവിലെ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി, അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ സാന്ദ്രത, ഇതിലെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത രീതിക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോഴത്തെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു തലത്തിൽ രാവിലെ വെള്ളം കുടിക്കാം, ജ്യൂസ് കുടിക്കാം, ഒരു 10 മണി 11 മണിക്ക് നിങ്ങളുടെ ഉച്ചഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണി 6 മണി 7 മണിക്കുള്ളിൽ വൈകിട്ടുള്ള ഭക്ഷണം കഴിച്ച് തീർക്കുക. വറുത്തതൊന്നും വേണ്ട, പൊരിച്ചത് വേണ്ട, പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞത് വേണ്ട. കൂടുതൽ നിയന്ത്രണങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇത് സാധ്യമാകുന്നവർ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ പലപ്പോഴും
ഫ്രീ ആയിട്ടുള്ള സമയമാണെങ്കിൽ ഈ ഒരു രീതിയാണ് ചെയ്യുക. ഭാരതീയരുടെ ഭക്ഷണക്രമം ഇങ്ങനെയായിരുന്നു. രാവിലെ ഒരു 10 മണി 11 മണിക്കിടയ്ക്ക്, പിന്നീട് വൈകിട്ട് 5-നും 6-നും 7-നും ഇടയ്ക്ക്. എൻ്റെ ഓർമ്മയിൽ കുട്ടിക്കാലങ്ങളിൽ അത്താഴമെന്ന് പറഞ്ഞൊരു പാതിരാത്തീറ്റ ഉണ്ടായിരുന്നതേയില്ല. വീടും നാടുമെല്ലാം 7-7:30 മണിയാവുമ്പോൾ കിടന്നുറങ്ങുമായിരുന്നു. കുപ്പിവിളക്ക് 1-2 മണ്ണെണ്ണ വിളക്ക് മാത്രമാണ് വീടുകളിൽ ഉണ്ടായിരുന്നത്. അത് കത്തിക്കാനുള്ള മണ്ണെണ്ണയ്ക്ക് ക്ഷാമമാണ്, അതിനുള്ള കാശിനും ക്ഷാമമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലങ്ങളിൽ അന്തിയാകുമ്പോൾ ഉള്ള കഞ്ഞിയും കുടിച്ച് പായും വിരിച്ച് കിടന്നുറങ്ങും. 10 മണിക്കൂറെല്ലാം മനുഷ്യർ ഉറങ്ങിയിരുന്നു. ആ ഉറക്കം തന്നെയാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ കരുത്തായി കാതലായി മാറിയിരുന്നത്. അതുകൊണ്ട് ആഹാരപാനീയങ്ങളിൽ ജാഗ്രത വേണം, അതിൻ്റെ സമയങ്ങളിൽ ജാഗ്രത വേണം. ഞാനീ പറഞ്ഞതുപോലെ 2 നേരം മാത്രമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരെന്താ ചെയ്യുക? അവർക്ക് രാവിലത്തെ ഭക്ഷണം പഴങ്ങളാക്കാം, ഉച്ചയ്ക്ക് ചോറും കറികളും നന്നായി കഴിക്കാം. പക്ഷേ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ഓഫീസ് ജീവനക്കാർക്കോ ഫാക്ടറി ജീവനക്കാർക്കോ അത് സാധിച്ചെന്ന് വരില്ല. അവർ ഭക്ഷണം ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിക്കുന്നവരാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് 5 മണിക്കും 6 മണിക്കും ഉണ്ടാക്കുന്ന ഭക്ഷണം 7-8 മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കേണ്ടതായി വരുന്നുണ്ട്. ആ ഭക്ഷണം അവരെ രോഗിയാക്കും കുറേ കാലം കഴിയുമ്പോൾ. പാചകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂർ കൊണ്ട് കഴിക്കണം. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ രാവിലെ എഴുന്നേറ്റ് പാടുപെട്ടുണ്ടാക്കിയ ഭക്ഷണം രാവിലെ തന്നെ കഴിക്കുക, പക്ഷെ അരവയറിൽ നിർത്തുക. അതൊരിക്കലും വറുത്തതോ മുരിച്ചതോ എണ്ണ അധികം ചേർന്നതോ ആവരുത്, വളരെ ലൈറ്റായിരിക്കണം. ഉച്ചയ്ക്ക് ജോലി സ്ഥലത്തേക്ക് അവർക്ക് പഴങ്ങൾ കൊണ്ടുപോകാം, വയറ് നിറച്ച് കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ച് തന്നെ പോരുക. തിരിച്ച് വീട്ടിലെത്തിയാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിയുന്നതും നേരത്തെ കഴിക്കുക. ആ ഒരു രീതി സ്വീകരിക്കാം. ഏതായാലും രാവിലെ 6-നും 9-നും ഇടയ്ക്ക് ഒരിക്കലും കാപ്പി, കോളകൾ, കട്ടിയായ ഭക്ഷണ സാധനങ്ങൾ, വറുത്തത് മുരിച്ചത് അങ്ങനെയൊന്നും കഴിക്കരുത്. ഒരു ചെറിയ ജാഗ്രത മതി വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങളുടെ സ്വാധീനത്തിലുള്ള പരിചയത്തിലുള്ള ആരും തന്നെ ഒരു സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് ഗതികേടിലാവാതിരിക്കാൻ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ കാര്യം പക്ഷെ വലിയ സഹായം ചെയ്യുക. കഴിയുന്നത്ര ആളുകളോട് പറയണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രതികരണങ്ങൾ, കഴിഞ്ഞതിലെ പ്രതികരണങ്ങൾ പലതും കണ്ടു, അതിനെ ഞാൻ സ്വീകരിക്കുന്നു. സ്വീകരിക്കാവുന്ന എല്ലാം സ്വീകരിക്കുന്നു. മാറ്റങ്ങൾ വരുത്താം. നന്ദി, നമസ്കാരം.